ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കുലർ വിഷൻ കെയർ റിസോഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൺ ഐയിലെ മേജർ പാർട്ടായ വിട്രിയസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. ദ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഓഫ് വിട്രിയസ് മേ ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ വിട്രിയസ് ലിക്വിഫാക്ഷൻ, സെക്കൻഡ് വൺ വിട്രിയസ് ഒപ്പാസിറ്റീസ്, തേർഡ് വൺ വിട്രിയസ് ഡിറ്റാച്ച്മെന്റ്, ഫോർത്ത് വൺ വിട്രിയസ് hemorrhage, and the last fifth one, vitreoretinal diseases. Today I would like to discuss about the first one, vitreous liquefaction. Before discussing about the topic vitreous liquefaction, I would like to convince about the concept of vitreous and its importance. നിങ്ങൾക്ക് വിട്രിയസിനെ പറ്റി എന്തറിയാം? എന്താണ് വിട്രിയസ്? വിട്രിയസിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഇത് എവിടെയാണ് നമ്മുടെ കണ്ണിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏജ് കൂടുമ്പോൾ ഈ വിട്രിയസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഈ വിട്രിയസ് എങ്ങനെയാണ് ഒരു ഡിസീസ്ഡ് ആയിട്ട് മാറുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് വി സ്റ്റാർട്ട്. ഫസ്റ്റ്, വാട്ട് യു മീൻ ബൈ വിട്രിയസ്? നമ്മുടെ ഹ്യൂമൺ ഐന്റെ മേജർ പാർട്ടായ വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ അത്രമേൽ ക്ലിയറും ഇനേർട്ടും ഒരു കളർലെസ്സുമായ ഒരു ഫ്ലൂയിഡാണ് ഈ പറയുന്ന വിട്രിയസ് ഹ്യൂമർ. നമ്മുടെ ഈ വിട്രിയസ് ഹ്യൂമറിന് ഒരു ജെലാറ്റിനസ് കോൺസിസ്റ്റൻസിയാണ് ഉള്ളത്. അതായത് ട്രാൻസ്പെറൻറ്റും ഇനേർട്ടും അത്രമേൽ ക്ലിയറുമായിട്ടുള്ള ജെലാറ്റിനസ് കോൺസിസ്റ്റൻസി തരുന്ന ഈ പറയുന്ന കളർലെസ് ആയ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് വിട്രിയസ് ഹ്യൂമർ, സിംപ്ലി നോൺ ആസ് വിട്രിയസ്. ഈ വിട്രിയസ് ബോഡി കാണപ്പെടുക നമ്മുടെ കണ്ണിന്റെ ബാക്കിലായിട്ടാണ്, അതായത് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ റെറ്റിന. റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലായിട്ട്, ദാറ്റ് ഈസ് ദ പോസ്റ്റീരിയർലി 4/5 മീൻസ് 80% ഓഫ് ദ കാവിറ്റി ഓഫ് ദ ഐബോളിൽ ആണ് ഇത് ഫിൽ ചെയ്ത് നിൽക്കുന്നത്. ഇതിന് 4 ml വോളിയവും അതേപോലെ തന്നെ 4 gram വെയിറ്റുമാണ് ഉള്ളത്. ഇത് ഓക്യുപ്പൈ ചെയ്യുക നമ്മുടെ കണ്ണിന്റെ ബാക്ക് ഓഫ് ദി ഐയിലാണ് ഇത് ഓക്യുപ്പൈ ചെയ്യുക. ദ സ്പേസ് ബിഹൈൻഡ് ദ ലെൻസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. സിലിയറി ബോഡിയിലെ നോൺ പിഗ്മെന്റഡ് പോർഷനിലെ സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. വിട്രിയസ് ഹ്യൂമർ എംബ്രിയോണിക് മിസൻകൈം സെൽസ് എന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് ബർത്തിന് ശേഷം ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ നേച്ചർ ആൻഡ് കമ്പോസിഷൻ ചേഞ്ച് ഓവർ കോഴ്സ് ഓഫ് ലൈഫ്. The lens in your hand tightly packed with cells. However, the vitreous have viscosity 2 to 4 times few more and give gelatinous consistency. We all know that vitreous gel human eye healthini essentialum അത്രമേൽ ഇമ്പോർട്ടൻറ്റുമാണ്. And the vitreous also has refractive index 1.336. നമ്മുടെ വിട്രിയസ് ബോഡി പോസ്റ്റീരിയർലി സ്പെറിക്കൽ ആണ്. ഇതിന് ആൻറ്റിയർലി ആയിട്ട് ഒരു കപ്പ് ഷേപ്പിലുള്ള ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെറ്റല്ലാർ ഫോസ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫങ്ഷൻ ഓഫ് ദി വിട്രിയസ്. ഇറ്റ് പ്ലേ വൈറ്റൽ റോൾ ഇൻ പ്രൊട്ടക്ടിങ് യുവർ ഐ. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇറ്റ് ടു ഹോൾഡ് ഇറ്റ്സ് സ്പെറിക്കൽ ഷേപ്പ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഹൈഡ്രോഫിലിക് ജെൽ ദാറ്റ് സെർവ്സ് ഒപ്റ്റിക്കൽ ഫങ്ഷൻ. നെക്സ്റ്റ്, മെക്കാനിക്കലി സ്റ്റെബിലൈസ് ദ വോളിയം ഓഫ് ദി ഗ്ലോബ്. And the last one, it provide pathway for nutrients to reach the lens and the retina. അതായത് നമ്മുടെ ഹ്യൂമൻ ഐയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വൈറ്റൽ റോള് നല്ലവണ്ണം ആക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ഐയിലെ പാർട്ടാണ് ഈ പറയുന്ന വിട്രിയസ്. ഇത് നമ്മുടെ സ്പെറിക്കൽ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിർത്താൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രോഫിലിക് ജെല്ലായ ഈ വിട്രിയസ് ഒപ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ് സെർവ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗ്ലോബിന്റെ വോളിയത്തിനെ മെക്കാനിക്കലി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നു. നെക്സ്റ്റ്, നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും വേണ്ട ന്യൂട്രിയൻസിന്റെ പാത്വേ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ഈ പറയുന്ന വിട്രിയസ് ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് വിട്രിയസ്. വിട്രിയസ് ഹ്യൂമറിൽ 99% വാട്ടർ ആണ്. പിന്നീട് റെസ്റ്റ് ആയിട്ടുള്ളതാണ് എ മിക്സ്ചർ ഓഫ് കൊളാജൻ, പ്രോട്ടീൻ, സാൾട്ട്സ് ആൻഡ് ഷുഗേഴ്സ്. We all know that vitreous gel is 99% of water and 1% solid, and that the solid proteins contain 4 types of collagen, hyaluron and protoglycans. Now we are going to discuss about changes in vitreous structure that occurs with aging.
ഏജ് കൂടുമ്പോൾ നമ്മുടെ വിട്രിയസ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. ഏജ് റിലേറ്റഡ് ആയി ഒക്വർ ചെയ്യുന്ന വിട്രിയസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഏജ് റിലേറ്റഡ് ഡിസീസ് സച്ച് ആസ് വിട്രിയസ് ലിക്വിഫാക്ഷൻ, വിട്രിയസ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് റെറ്റിനൽ ഡിസീസ് ഇതിൻ്റെയൊക്കെ പാത്തോജെനിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ മെനി ഇൻഡിവിജ്വൽസ് വിത്ത് യങ്ങർ ദാൻ 30 years ദ വിട്രിയസ് വാസ് ഹോമോജീനിയസ് ഇൻ സ്ട്രക്ചർ. മിഡിൽ ഏജ്ഡ് ഇൻഡിവിജ്വൽസിനെ വിട്രിയസിന്റെ സെന്ററിൽ ഒരു മാക്രോസ്കോപ്പിക് ഫൈബേഴ്സ് പ്രസന്റ് ആയിരിക്കും, which are caused anterior posteriorly and inserted into the vitreous base and vitreous cortex posteriorly. പിന്നീട് വിട്രിയസിന്റെ വോളിയം റെഡ്യൂസ്ഡ് ആവുകയും വിട്രിയസ് ബോഡി കൊളാപ്സ്ഡ് ആവുകയും അല്ലെങ്കിൽ അവിടെ സിനാരിസിസ് ഒക്വർ ചെയ്യുകയും ചെയ്യും. പിന്നീട് അവിടെയുള്ള ഫൈബേഴ്സ് തിക്കൻഡ് ആൻഡ് ടോർട്ടീസ് ആവുകയും ചെയ്യും. ഇത് നമ്മുടെ വിട്രിയസിലെ ലിക്വിഡിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കാണപ്പെടുക. ഏജ് റിലേറ്റഡ് ആയി ചേഞ്ചസിന്റെ ഈ സീക്വൻസ് പ്രോബബിളി result from a progressive reorganization of the hyaluronic acid and collagen molecular networks. Characterization of the molecular events underlying these changes will elucidate the mechanism of the phenomenon of vitreous liquefaction and detachment and may provide methods with which to prevent or induce vitreous detachment prophylactically. വിട്രിയസിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള changes due to changes in the density and liquefaction. It leads to weaken its structural integrity and adhesion to the limiting membrane, and ഇതിന്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് it leads to vitreous detachment or collapse of the vitreous body. Now I think we all get a little about vitreous and its purpose. Now we are going to learn the main topic, vitreous developmental disorder, that is vitreous liquefaction. What do you mean by liquefaction? ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവീകരണം, അതായത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സംതിങ് എസ്പെഷ്യലി എ ഗ്യാസ് ഓർ ലിക്വിഡ്. വിട്രിയസ് ലിക്വിഫാക്ഷൻ commonly refers to as the most common degenerative changes in the vitreous. അതായത് വിട്രിയസിൽ കാണപ്പെടുന്ന ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് വിട്രിയസ് ലിക്വിഫാക്ഷൻ. ഡീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ടിഷ്യൂസോ ഓർഗൻസോ അതിലുള്ള സെൽസിന്റെ ഫങ്ഷൻസ് ലോസ് ആയി പോവുക. ഇത്തരത്തിലുള്ള വിട്രിയസിൽ കാണപ്പെടുന്ന ഡീജനറേഷൻ കാരണമാണ് അവിടെ ലിക്വിഫാക്ഷൻ ഒക്വയർ ചെയ്യുന്നത്. പ്രീവിയസ്ലി നമ്മൾ വിട്രിയസിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഏജ് എങ്ങനെയാണ് വിട്രിയസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്ന്. നൗ വി ക്യാൻ ടെൽ ദാറ്റ് വിട്രിയസ് ലിക്വിഫാക്ഷൻ ഇസ് എ ഏജ് റിലേറ്റഡ് ഡിസോർഡർ. വിട്രിയസ് ലിക്വിഫാക്ഷൻ വന്ന ഒരു പേഷ്യന്റ് ഒരു ഒപ്തോൾമോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയാൽ ആ പേഷ്യന്റ് പറയുന്ന കംപ്ലൈന്റ് ഒരു സിംറ്റം ആയിട്ടാണ് പറയുക. അതായത് ഫ്ലോട്ടേഴ്സ് എന്നാണ് പേഷ്യന്റ് കംപ്ലൈന്റ് ആയിട്ട് പറയുക. നമുക്കറിയാം വിട്രിയസ് എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഇനേർട്ടായ സ്ട്രക്ചറാണ്. സോ നോൺ ട്രാൻസ്പെറന്റ് സ്ട്രക്ചർ ഫ്ലോട്ടേഴ്സ് കാരണം വിട്രിയസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. അപ്പോൾ ഈ വിട്രിയസിൽ ഫ്ലോട്ടേഴ്സ് കാരണം ബൈനോക്കുലർലി പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴാണ് അതൊരു സിംറ്റമായിട്ട് ഡിസീസ് കണ്ടീഷനിലേക്ക് നീങ്ങുന്നത്. അത്തരം സന്ദർഭത്തിലാണ് പേഷ്യന്റ് ഒപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഒപ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോസസ് ദാറ്റ് ലീഡ്സ് ടു വിട്രിയസ് ലിക്വിഫാക്ഷൻ? അതായത് വിട്രിയസ് ലിക്വിഫാക്ഷനിലേക്ക് നീങ്ങുവാനുള്ള കോസസ്, കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, തെർമൽ എഫക്റ്റ്, താപഫലങ്ങൾ. ദാറ്റ് ഫോളോയിങ് ഡയോതെർമി, ഫോട്ടോകൊയാഗുലേഷൻ ആൻഡ് ക്രയോകൊയാഗുലേഷൻ. ഡയോതെർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സർജിക്കൽ ടെക്നിക്കാണ്. അതായത് ഹൈ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് ബോഡി പാർട്ടിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാനും പെയിൻ റിലീവ് ചെയ്യുവാനും അൺഹെൽത്തി ടിഷ്യൂവിനെ ഡിസ്ട്രോയ് ചെയ്യുവാനും ബ്ലീഡിംഗ് വെസൽസിനെ ക്ലോട്ട് ആക്കുവാനും ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഫോട്ടോകൊയാഗുലേഷൻ. ലേസർ ബീം യൂസ് ചെയ്തിട്ട് റെറ്റിനയിലെ സ്മോൾ ഏരിയ ഓഫ് ടിഷ്യൂവിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ ഇത് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്രയോകൊയാഗുലേഷൻ, അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രയോതെറാപ്പി. എക്സ്ട്രീം കോൾഡ് സർജറിയിൽ യൂസ് ചെയ്തിട്ട് ഡിസീസ്ഡ് ടിഷ്യൂവിനെ ഡിസ്ട്രോയ് ചെയ്യും. നെക്സ്റ്റ് കോസാണ് ഏജ് റിലേറ്റഡ് ലിക്വിഫാക്ഷൻ. നമുക്കറിയാം ഏജ് എങ്ങനെയാണ് വിട്രിയസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്ന്. മോസ്റ്റ് കോമൺലി ലിക്വിഫാക്ഷൻ ഒക്വർ ചെയ്യുക ആഫ്റ്റർ ദ ഏജ് 50. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന വിട്രിയസ് ലിക്വിഫാക്ഷൻ കോസ് ചെയ്യുക. തേർഡ് കോസ് ആണ് ഡീജനറേഷൻ സച്ച് ആസ് മയോപിക് ഡീജനറേഷൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് റെറ്റിനിറ്റിസ് പിഗ്മെന്റോസ. ഇത് രണ്ടും ഡീജനറേഷൻ കാരണം ഉണ്ടാകുന്ന വിട്രിയസ് ലിക്വിഫാക്ഷനിലേക്ക്
നീങ്ങുവാനുള്ള കോസസ് ആണ്. നെക്സ്റ്റ്, ട്രോമ ടു ദി വിട്രിയസ്. അതായത് വിട്രിയസിൽ എന്തെങ്കിലും കാരണത്താൽ ട്രോമ സംഭവിച്ചാൽ ഇത് ബ്ലന്റ് അല്ലെങ്കിൽ പെർഫറേറ്റിംഗ് കാരണമാകാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, റേഡിയേഷൻ എഫക്റ്റ്. Next, we are going to discuss about the clinical features of vitreous liquefaction or synchisis. സ്ലിറ്റ് ലാമ്പ് ബയോമൈക്രോസ്കോപ്പിയിലൂടെ ഒരു വിട്രിയസ് ലിക്വിഫാക്ഷൻ വന്ന പേഷ്യന്റിനെ നോക്കിക്കഴിഞ്ഞാൽ വിട്രിയസ് ലിക്വിഫാക്ഷൻ characterized by the absence of normal fine fibrillar structure associated with the appearance of aggregated material which moves freely in vitreous. അതായത് നമ്മുടെ വിട്രിയസിൽ വേണ്ട നോർമൽ ആയിട്ടുള്ള കൊളാജൻ ഫൈബ്രിൽസ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഫൈൻ ഫൈബ്രിലാർ സ്ട്രക്ചർ അവിടെ ആബ്സെന്റ് ആയിരിക്കും. അതിന് പകരം നമ്മുടെ വിട്രിയസിൽ ഫ്രീലി മൂവ് ചെയ്യുന്ന അഗ്രിഗേറ്റഡ് മെറ്റീരിയൽസിനെയാണ്, അതായത് ഫ്ലോട്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. വിട്രിയസിലെ ഈ ഒപ്പാസിറ്റീസിനെ സബ്ജക്റ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് മുന്നിൽ ബ്ലാക്ക് ഫ്ലോട്ടേഴ്സ് ആയിട്ടാണ് നമുക്ക് സബ്ജക്റ്റീവ്ലി വ്യൂ ചെയ്യുവാൻ പറ്റുക. If we could prevent vitreous liquefaction and consequently prevent many age-related ocular diseases, then perhaps could all retain the healthy eyes we had in our youth. Okay guys, I think it's right time to wind up my discussion. Thank you guys. Let's meet in another section. Bye.